एट एशियानेट न्यूज़ मेरे साथ जुड़ गए हैं निखिल बी। ये है इंडियन मेंस खो खो टीम के मेंबर। आज स्क्वाड अनाउंस हुआ है, बताइए कैसा लग रहा है? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ നാടിന് വേണ്ടിയും അതേപോലെ എൻ്റെ ക്ലബിന് വേണ്ടിയും കളിക്കാൻ പറ്റുന്ന വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ എൻ്റെ നാട്ടിലുള്ളവർക്കും പിന്നെ എൻ്റെ കോച്ചസിനും എൻ്റെ സെക്രട്ടറിക്കും എല്ലാവർക്കും വളരെ അധികമായിട്ട് ഞാൻ താങ്ക്സ് പറയുകയാണ്. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ ആദ്യ ക്യാമ്പാണ്. ആദ്യ ക്യാമ്പിൽ തന്നെ എനിക്ക് ഇതേപോലെ ഫസ്റ്റ് വേൾഡ് കപ്പിൽ കിട്ടിയതിൽ എന്താ പറയുക, ഐ എം സോ എക്സൈറ്റഡ് ടു പ്ലേ ദിസ് ടീം ആൻഡ് ദിസ് സ്ക്വാഡ്. एंड that's enough. तो जब अनाउंस हुआ था स्क्वाड, तब आपने आपके घर पे भी कॉल किया होगा, बताया होगा कि मेरा नाम आ चुका है और मैं खेलने वाला हूँ. 13 से टूर्नामेंट वर्ल्ड कप स्टार्ट हो रहा है. क्या रिस्पॉन्स आया फैमिली से? വീട്ടിൽ നിന്ന് വളരെ ഞാൻ ആദ്യം തന്നെ അമ്മയാണ് വിളിച്ചത്. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ വളരെയധികം എക്സൈറ്റഡ് ആണ്. അതുമാത്രമല്ല, അമ്മ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഒരു മറുപടിയും പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം സന്തോഷമുള്ള കണ്ണീരാണ്. അപ്പോൾ ആ ഒരു കണ്ണീരിനും ആ ഒരു ഇതിനും എനിക്ക് നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഞാൻ എന്താ പറയുക, എനിക്ക് അധികം പറയാനായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടാത്ത രീതിയിലാണ് എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും സാറും എല്ലാവരും പറഞ്ഞത്. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. അവർ കരഞ്ഞുകൊണ്ടാണ് ഓരോ വാക്കുകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ എന്താ പറയുക, സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. सो व्हाट इज़ योर डे टू डे रूटीन? उसमें ट्रेनिंग भी होता है, प्रॉपर डाइट भी होती है, अब तो टेक्नोलॉजी का यूज़ भी आ रहा है, तो थोड़ा सा बताइए कब उठते हैं, कब सोते हैं, क्या खाते पीते हैं? ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഡെയിലി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് 5 o'clock എണീച്ചിട്ട് നേരെ ജിമ്മ് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ ഗ്രൗണ്ട് ഉണ്ട്, SNSC ഉഴമലക്കൽ എന്ന് പറയും. അപ്പോൾ അവരിത് കാണുകയാണെങ്കിൽ അവർക്കും വളരെ സന്തോഷമായിരിക്കും. ആ ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നേരെ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ BPED കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ റെസ്റ്റ് എടുക്കും, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിന് പോവും. ഇപ്പോൾ കാറ്ററിംഗ് വർക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പോവും. ഇല്ലയെന്ന് പറഞ്ഞാൽ വൈകുന്നേരം നേരെ ഗ്രൗണ്ടിൽ പോവും. ഗ്രൗണ്ടിൽ പോയിട്ട് 3:30 to 6:30 7 മണി വരെ പ്രാക്ടീസ് കഴിഞ്ഞു. അതാണ് എൻ്റെ. थोड़ा सा अपने बैकग्राउंड के बारे में भी आप बताइए. आप कहाँ से आते हैं, कौन से स्टेट से आते हैं, उसकी कौन सी जिले से आते हैं, ये सब हमें बताइए. और ये बताइए कि खो खो जो है उसको एज ए करियर चुनना आपके पेरेंट्स का कुछ प्रेशर था कि नहीं करना है, खो खो नहीं खेलना है? अभी इंटरनेशनल तो हो गया है पर अभी ओलंपिक्स में नहीं आया है, तो पेरेंट्स को थोड़ा सा फिजिटी तो रहते हैं. तो आप थोड़ा बताइए क्या बैकग्राउंड है आपका? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ ഒരു ഓർഫണായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓർഫനേജിൽ വളർന്നു വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ കോക്കോ അവിടെ വെച്ച് പഠിച്ച് കളിച്ചുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത് കോക്കിലോട്ട് പോകാൻ. എനിക്കൊരു താല്പര്യമുള്ളതായിരുന്നില്ല. എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷവും ഞാൻ നിർത്തിയതാണ്. അപ്പോൾ എൻ്റെ കോച്ചാണ് എന്നെ നീ കളിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നതും അതുമാത്രമല്ല എന്നെ ഇതിലോട്ട് കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്തതും. അതിന് ശേഷം പിന്നെ ഞാൻ കളിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ SNSC ഉഴമലക്കൽ എന്ന് പറഞ്ഞ നാട്ടിൽ കളിച്ച് വളർന്നാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തിരുവനന്തപുരം എന്ന ജില്ലയിലാണ് ഞാൻ നിൽക്കുന്നത്, കേരളത്തിൽ തിരുവനന്തപുരം എന്ന ജില്ല. അതുമാത്രമല്ല അതിനുശേഷം പിന്നെ എന്നെ ഇൻസ്പയർ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഹോസ്റ്റലായാലും ഞാൻ ഡിഗ്രി പഠിച്ചത് ഹോസ്റ്റലിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഗെയിമിലോട്ടുള്ള ടേണിംഗ് പോയിൻ്റ് തന്നെ. അവിടുത്തെ ജയൻ സാറ്, പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് പറഞ്ഞാൽ കടപ്പടയെന്ന് പറഞ്ഞാൽ എൻ്റെ സഞ്ജയ് സാറിനോടാണ്. സഞ്ജയ് എന്ന് പറഞ്ഞ സാറാണ് എന്നെ എന്തെങ്കിലും ഇവിടേക്ക് എത്തിക്കാനും കാരണം. പിന്നെ രാധാകൃഷ്ണൻ സാറ്, പിള്ള സാറ്, അങ്ങനെ സാറുമാരെ കണക്ക് പറഞ്ഞാൽ ശോഭി സാറ്, ആഷിഖ് സാർ, അങ്ങനെ ഒരുപാട് സാറുമാർ എന്നെ ഇതുവരെ എത്തിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ എൻ്റെ ഫസ്റ്റ് അവർ കോച്ചും അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഗുരു എന്ന് പറഞ്ഞാൽ എൻ്റെ സഞ്ജയ് സാറാണ് ഇപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതും. അതേപോലെ തന്നെ ബാക്കി എല്ലാ സാറുമാരും എൻ്റെ കൂടെ ഉണ്ട്. എന്നാലും എൻ്റെ ഫസ്റ്റ് കോച്ച് സഞ്ജയ് സാറാണ്. तो कैसा लग रहा है खो खो का फ्यूचर? आपको ब्राइट लग रहा है? जो इंडिया का विजन है वो पूरा होगा ओलंपिक्स वाला? വളരെയധികം ഞാൻ ഇത്രയും എത്തുമെന്നും അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. അപ്പോൾ ഇനി ഉള്ള കോക്കോയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ബ്രൈറ്റാണ്. കാരണം കോക്കോ ഇനി ഏത് ലെവലിൽ പോകുമെന്ന് നമുക്ക് ഹോക്കി അല്ലെങ്കിൽ കബഡി ആ ലെവലിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പോകുമെന്ന്. അതിനുവേണ്ടി ഞങ്ങളെ മാക്സിമം प्रयत्निकी सपोर्टुम एल्ला इंडियन टीम ई वर्ल्ड कप अडिक्कुमेन्नाണ് प्रतीक्ष। अब मैं देख रही हूँ कि आपकी डिनर का टाइम हो गया और कोच बार बार बुला रहे हैं, तो मैं आपको जाने दूंगी, पर उससे पहले आप हमारे दर्शकों के लिए एक बार बोल दीजिए द वर्ल्ड गोस खो। The world goes go, the world goes go, the world goes go. Thank you so much for talking to us. Thank you.